അമേരിക്കയ്ക്ക് പിന്നാലെ സിറിയയ്ക്ക് ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യാൻ യൂറോപ്യൻ യൂണിയനും തീരുമാനിക്കുന്നു. സിറിയയുടെ പുനർനിർമ്മാണത്തിനും സമാധാനം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്നതായി യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മേധാവി വ്യക്തമാക്കി. അമേരിക്കയിൽ നിന്ന് വിവരങ്ങളുമായി മധു കൊട്ടാരക്കര തത്സമയം ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. മധു, സിറിയയിൽ നിന്നുള്ള വിശേഷങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കെൻ. 14 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിൽ എല്ലാ രീതിയിലും പിന്നോട്ട് പോയ സിറിയക്കെതിരെയുള്ള അമേരിക്കൻ ഉപരോധങ്ങൾ നീക്കം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദിയിൽ നടത്തിയ പ്രഖ്യാപനം ലോക രാജ്യങ്ങളെ മാത്രമല്ല അമേരിക്കയിലെ രാഷ്ട്രീയ മേഖലയിലും ഞെട്ടലും അതുപോലെ തന്നെ സമ്മിശ്ര പ്രതികരണങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രിമാര് ബ്രസൽസിൽ അവര് യോഗം കൂടിയിരുന്നു. ഈ യോഗത്തിൽ അമേരിക്കയുടെ ഈ മാറുന്ന നയത്തിന് അനുസരിച്ചുള്ള ഒരു അലൈൻ ചെയ്തു പോകുന്ന ഒരു തീരുമാനമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. സിറിയയോടുള്ള അവരുടെ ഒരു സോഫ്റ്റ് കോർണറൊക്കെ പരസ്യമാകുകയാണ്. സിറിയക്കെതിരെയുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ആദ്യപടിയായി നീക്കം ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. സിറിയയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള സഹായം നൽകുമെന്ന്, സിറിയയിൽ അതുപോലെ സമാധാനം വരണമെന്നുമൊക്കെ യൂറോപ്യൻ ഈ ബ്ലോക്കിന്റെ ഫോറിൻ പോളിസി ചീഫ് ആയിട്ടുള്ള കാജ കാലസ് ആണ് കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്താലും സുരക്ഷാ കാരണങ്ങളാൽ മുമ്പ് ഏർപ്പെടുത്തിയ ആയുധ അതുപോലെ സാങ്കേതിക മേഖലകളിലെ ഉപരോധങ്ങൾ തുടരുക തന്നെ ചെയ്യുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സിറിയയിൽ അസ്ഥിരതയൊന്നും കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നവരെയും അതുപോലെ ഈ മനുഷ്യാവകാശ ലംഘകരെയും ഒക്കെ ഉപരോധങ്ങളുടെ പരിധിയിൽ തുടർന്നും അവർ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും കാലസ് പറയുന്നുണ്ട്. എസ്കെനെ, അതേസമയം ഇന്ന് അമേരിക്കയിൽ US സെനറ്റിന്റെ ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിയുടെ ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെ അവിടെ വിളിച്ചു വരുത്തിയിരുന്നു. ഡിസംബറിൽ ബഷർ അൽ അസദിനെ അട്ടിമറിച്ച വിമത ആക്രമണത്തിനൊക്കെ നേതൃത്വം നൽകിയ അമേരിക്കയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മുൻ അൽ ഖയ്ദ കമാൻഡർ കൂടിയായ ഇപ്പോഴത്തെ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷായെ കാണുന്നതിന് മുമ്പ് സിറിയക്കെതിരായ ഉപരോധങ്ങൾ നീക്കുവാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം എന്തുകൊണ്ട് ആയിരുന്നു വന്നത് എന്നായിരുന്നു അവിടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് പറയേണ്ടി വന്നത്. ഡൊണാൾഡ് ട്രംപിനെ ന്യായീകരിക്കുകയായിരുന്നു റൂബിയോ ചെയ്തത്. തന്നെയുമല്ല, സിറിയയിൽ ഏത് സമയവും ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ US ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെങ്കിൽ അമേരിക്ക മുന്നോട്ട് ചില നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട്. മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് ഉൾപ്പെടെ നിരവധി നിബന്ധനകൾ പാലിക്കണമെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സിറിയയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. SK